ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഉച്ചനേരം എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് അതിൽ തുണി ഇട്ടിട്ടുണ്ട്, അതാണ് ഇടയ്ക്ക് അതൊന്ന് പൊക്കി നോക്കിയത്. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പെട്ടെന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചാലൊരു സമാധാനം ആവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പണി തുടങ്ങാനായിട്ട്. അപ്പം പണി തുടങ്ങുന്നതിന് മുന്നേ കുഞ്ഞിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞാൽ അങ്കമട്ടാണ് ഇപ്പോൾ കാണാൻ പോണത്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ പീസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് സാറിന്. അപ്പോൾ അത് മാറ്റിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. അവന് ഫുഡ് കൊടുക്കലാണ് കേട്ടോ ഏറ്റവും വലിയ പണി വീട്ടിൽ. വേറെ ഒരു പണി ഇത്ര ടാസ്ക് ഇല്ല. അവൻ എന്ത് കൊടുത്താലും അവന് ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതൊട്ട് പകുതിയിൽ അതിൻ്റെ കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗം പോലും തിന്നത്തില്ല. അപ്പോൾ എണീറ്റ് പോയി. അപ്പം തന്നെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. ഈ ഫുഡ് കഴിക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം പിന്നെ അവനെ പിടിച്ചിരുത്തി കുറേ കയ്യും കാലമൊക്കെ പിടിച്ച് അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഒന്ന് കുറച്ച് തീറ്റിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതേ വീണ്ടും കിച്ചണിലേക്ക് വന്നു. അവിടേക്ക് വന്ന് തുടച്ചിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. നമുക്ക് മീൻ കറി വെക്കണം. അടുത്തുകൊണ്ട് വരുന്നത് മീനാണേ. ചൂര മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രീസായിട്ടിരുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കണം. പിന്നെ അതേ വാഷിംഗ് മെഷീനിൽ നമ്മുടെ തുണി കിടപ്പുണ്ട്, അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ. പിന്നെ നമുക്ക് അരി കഴുകിയിട്ടിടാം. ചോറ് വെക്കണ്ടേ, ചോറ് വെക്കാതെ കറി മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അരി കഴുകി വേഗം തന്നെ വെക്കട്ടെ കേട്ടോ. ഇപ്പം തന്നെ സമയം ഉച്ചയായി. പിന്നെ അവൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ പയ്യെ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ചോറ് വെക്കാനായിട്ട് അരി കഴുകി. അപ്പം ഞാനിങ്ങനെ അരി കഴുകി കഴിയുമ്പോൾ കുരിശ് വരയ്ക്കും കേട്ടോ. മമ്മി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ശീലമാണ് കുരിശ് വരയ്ക്കൽ. അപ്പോൾ കുരിശൊക്കെ വരച്ചിട്ട് നേരെ അരി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കറിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി നോക്കിയപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു കുഞ്ഞു സബോള എടുത്തു. അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാ ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സബോള എടുത്ത് ആട്ടി കാണിച്ചത് കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട ആ സബോളയും കൂടി ഞാൻ ആ കറിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണേ, അതുകൊണ്ടാണ് 6 അല്ലി. അപ്പോൾ അതും എടുത്ത് കുറച്ച് ഇഞ്ചിയും കൂടി എടുക്കണം. ആ ഒരു സൈസിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചൂരമീൻ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വികാരമില്ലാത്ത മീൻ, ചത്ത മീനെയാണ് നമ്മൾ കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിലും ചത്ത മീനിന് ഭയങ്കരമായ ഒരു ചത്ത ഫീല്, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. കറി ചാറ് കുഴപ്പമില്ല, പക്ഷെ മീൻ കഴിക്കാൻ ഒരു രസവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രഷായിട്ട് മേടിച്ചത് തന്നെയാണ്, എന്താണാവോ. എന്നിട്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് നുറുക്കി വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കണ്ണിരിഞ്ഞിട്ടാണെങ്കിൽ വയ്യ, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. സബോളയോ ചെറിയുള്ളിയോ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും കണ്ണിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ചെറിയ വട്ടമുണ്ടോയെന്ന്. ചെറിയ വട്ടം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. ഒരു കിളി പോയതാണ് ഞാൻ. എന്താ പറയുക, എനിക്കൊരു വെകിളിത്തരമുണ്ട്. അത് ജന്മന എനിക്കുള്ളതാണ്, അസുഖമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ കുക്ക് ചെയ്യും. അത് കണ്ടിട്ട് ആരും എനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത്, വട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുന്നത്, അതിൻ്റെ ആ ഇടിക്കുന്ന ഇടികല്ലുണ്ടല്ലോ അതില്ല. അപ്പം ഞാനിതുപോലെ എടുത്തിട്ട് കത്തി വെച്ചിട്ട് ടിങ് പറഞ്ഞാൽ അടിക്കും. അപ്പം അതിങ്ങനെ ചതഞ്ഞ് നുറുങ്ങി ഇങ്ങനെ വരും. എളുപ്പമല്ലേ? അപ്പം അങ്ങനെ ചതച്ചെടുക്കുകയാണ്. സാധാരണ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടാറ്, പക്ഷേ ഇന്ന് ഞാൻ ചതച്ചിടാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, മടി കാരണം കൊണ്ടാണ്. അപ്പം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം എടുത്തിട്ട് അറഞ്ചം ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപാടി പെട്ടെന്ന് കഴിയും, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കറിക്കകത്ത് ചതച്ചിടുന്നത് ടേസ്റ്റ് അല്ലേ. നമുക്ക് ആരോടെങ്കിലും കലിപ്പുണ്ടെങ്കിൽ ഈ അവസരം നമുക്ക് അവരെ ധ്യാനിച്ചുകൊണ്ട് ചതച്ചരച്ച് ആ ഒരു കലിപ്പങ്ങ് തീർക്കാവുന്നതും ആണ്. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി വയ്ക്കുക. കത്തി കഴുകി വയ്ക്കുക, അതുപോലെ കട്ടിംഗ് ബോർഡ് കഴുകി വയ്ക്കുക, സബോള സാധനങ്ങളൊക്കെ തൊലി കളയാനെടുത്ത പാത്രമൊക്കെ വേഗം കഴുകി വയ്ക്കുക. അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ മൂഡ് പോക്കാ. രാവിലെ തന്നെ ആ സാധനങ്ങൾ അവിടെ കിടന്നിട്ട് അത് മൊത്തം കഴുകി തീർത്തിട്ട് വേണമായിരുന്നു എനിക്ക് പണിക്ക് കയറാൻ. അപ്പം വേഗം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു.
എന്നിട്ട് നമ്മുടെ മൺചട്ടി എടുത്ത് ഷോ കാണിച്ചിട്ട് ഒന്ന് കഴുകി നമ്മൾ മീൻ കറി വെക്കാനുള്ള പരിപാടിക്ക് പോവാണ്. അപ്പം ഓൾറെഡി നമ്മൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ ഇരുന്ന് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ മീൻ കറിയും കൂടി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെയും നാളത്തെയും പരിപാടി തീരുമല്ലോ. അപ്പോൾ എണ്ണയൊക്കെ ദേ ഇങ്ങനെ കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. ചൂടൊക്കെ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും ദേ എണ്ണയൊക്കെ കട്ടയായി ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് മെൽറ്റ് ആവാനായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. അപ്പോൾ അത് മെൽറ്റായി കിട്ടി. പിന്നെ അതേ വേഗം എണ്ണയൊക്കെ ഒഴിച്ച് മീൻകറി വെക്കുകയാണ് കേട്ടോ. മീൻകറിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് വെക്കുന്ന മീൻകറി, ഇത് തട്ടിക്കൂട്ട് മീൻകറി. ഇത് നോക്കി ആരും ചെയ്യാനായിട്ട് അനുകരിക്കാനായിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതും ഇതും തമ്മിൽ ബന്ധങ്ങളുണ്ട്. എന്നാലും ഇതൊരു മടിച്ചിക്കറിയാണ്. അപ്പോൾ നമ്മളിതേ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി അതിലേക്ക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ ഞാൻ പറയുന്നു. മൂപ്പിച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേ വേറൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് അതിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ മൂത്ത് വരുമ്പം അത് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണത്. അപ്പോഴത്തേക്കിനും അത് കരിയാൻ തുടങ്ങി കേട്ടോ. ഒരു പണി ചെയ്യുമ്പോൾ മറ്റേത് കരിയും. അത് ശ്രദ്ധ വിട്ടു പോകും എനിക്ക്. എന്നിട്ട് പിന്നെ അത് ഇളക്കിയൊക്കെ വെച്ച് വേഗം തന്നെ ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫിഷ് മസാല ഞാൻ നോർമലി ഇടുന്ന ഒരു സാധനമല്ലായിരുന്നു. പിന്നെ ഞാൻ എന്നോ ഫിഷ് മസാല കണ്ട് മേടിച്ചപ്പം അത് ഇട്ടപ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതും കുറച്ച് ഇട്ടു. പിന്നെ ഈ സമയത്ത് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അത് മീനും കൂടി ഇടുമ്പോൾ ആ ഒരു പാകത്തിന് ഞാൻ അങ്ങ് ഇട്ടതാണ് കേട്ടോ. അല്ലാതെ ഇത് മൂത്ത് വരാൻ വേണ്ടി ഇട്ട ഉപ്പല്ല അത്. അപ്പോൾ അതൊക്കെ ഇളക്കി വേഗം തന്നെ സെറ്റാക്കുകയാണ്. ചെറുക്കനാണെങ്കിൽ എന്നെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടേ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ബൗളും ആ ഒരു കറുത്ത സാധനവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റേ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി ഒരു 2 പീസും അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ്. അത് അതിൻ്റെ ഒരു പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. വെട്ടി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. പക്ഷേ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടും ആ മീൻകറി ഒരു മെനയായില്ല എന്നുള്ളതാണ്. മീൻകറി ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമല്ല കേട്ടോ. മീൻ ഒരു ഗുണവും ഇല്ലാത്തൊരു മീനായിരുന്നത്. എൻ്റെ പൊന്നെ, അത് കഴുകിയപ്പോൾ തന്നെ എനിക്ക് തോന്നി. പിന്നെ എന്തായാലും മേടിച്ചതല്ലേന്ന് ഓർത്തിട്ട് അങ്ങ് വെച്ചു. അങ്ങനെ വെച്ചതാണ് ആ മീൻകറി. മീൻ ഒരു രസവും ഉണ്ടായിരുന്നില്ല. എൻ്റെ പൊന്നോ, അത് എന്നാ ചുമ്മാ ചവറ് പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷയിൽ ചവറ് പോലെ എന്ന് പറയും. ചവറ് പോലെ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു സാധനം. അപ്പോൾ മീൻ അവിടെ വെച്ചു. നമ്മുടെ ചോറ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ വെള്ളം കുറച്ചാണ് ഇപ്പോൾ വെക്കുന്നത്. വെള്ളവും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്പൂണും ഇട്ടിട്ടുണ്ട്. ഞാൻ വെള്ളം കുറച്ച് വെച്ചപ്പോഴും വെള്ളം പുറത്തേക്ക് കുറച്ച് ദിവസം വരുന്നുണ്ടായിരുന്നു വിസിലടിച്ചപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കമൻറ്റ് കുറച്ച് പേര് ഇട്ടേക്കുന്നത് കണ്ടായിരുന്നു, സ്പൂൺ ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ സ്പൂൺ ഇട്ടു. പിന്നെ ഒരു കപ്പയുടെ പാക്കറ്റ് ഫ്രോസൺ ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും മീൻകറി വെച്ചതല്ലേ, അപ്പോൾ കുറച്ച് കപ്പയും കൂടി പുഴുങ്ങിയേക്കാം, കെട്ടിയതിന് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ കപ്പ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി. അപ്പം അതും കൂട്ടി ചോറൊക്കെ കഴിച്ചു, മീൻകറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രത്തോടു കൂടി എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം വേറെ എന്താണ്, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. നമ്മുടെ ഫ്രോസൺ കപ്പ ഇരിക്കുന്നതുണ്ടാവും, നല്ല കപ്പയാണ്. നമ്മൾ ഫ്രഷായിട്ട് മേടിച്ചിട്ട് ഒരു രസമില്ല കപ്പ, എപ്പോഴും ഒത്തു കിട്ടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ മേടിച്ചിട്ട് ഫ്രോസൺ വെച്ചപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അത് പിന്നെ ഫ്രോസൺ ആണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. ബൈ.